എന്താണ് വർഗീയത? ഈ വർഗീയത എന്താണെന്ന് ആദ്യം പോയി പഠിക്കുക. എൻ്റെ കമൻറ്റ് ബോക്സിലും മെസ്സേജസിലും സ്ഥിരം വരുന്ന കമൻറ്റാണിത്. എന്താണ് വർഗീയത? അതറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. അതറിയാത്തവരെന്തായാലും ഈ വീഡിയോ മുഴുവനായി കാണണം പ്ലീസ്. മതത്തിൻ്റെ പേരിൽ ആളുകളെ തമ്മിൽ തല്ലിക്കുകയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് വർഗീയത. എൻ്റെ മതമാണ് ആദ്യം, മറ്റുള്ളവർ രണ്ടാമതാണ് എന്ന ചിന്ത തുടങ്ങുന്നിടത്താണ് വർഗീയത തുടങ്ങുന്നത്. അവിടെയാണ് രാജ്യത്തിൻ്റെ ഐക്യവും തകരുന്നത്. ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് വലിയ അപകടമാണ്. അത് നമ്മുടെ ചരിത്രം തന്നെ പറയുന്നുണ്ട്. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ വലിയ ഉദാഹരണമാണ്. ഈ വർഗീയത വളർന്നുള്ള ഗുണങ്ങൾ നോക്കിയാൽ വികസനം മുരടിക്കും, സമൂഹത്തിൽ വൈരാഗ്യം വർദ്ധിക്കും, രാഷ്ട്രീയക്കാർക്ക് ഗുണവും സാധാരണ ജനങ്ങൾക്ക് നഷ്ടവും മാത്രമായിരിക്കും. മതം വ്യക്തിപരമായ വിശ്വാസം മാത്രമാണ്, രാജ്യം എല്ലാവരുടേതുമാണ്. ഐക്യം സംരക്ഷിക്കുക, അതാണ് യഥാർത്ഥ രാജ്യസ്നേഹം. ഇത്രയുമാണ് എൻ്റെ അറിവിലുള്ള വർഗീയത. ഈ അറിവ് വെച്ച് മുസ്ലിം ലീഗും BJPയും ഒരുപോലെ വർഗീയ പാർട്ടികൾക്കുള്ള ഉദാഹരണങ്ങളാണ്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.